ഹായ്, വിസ റിജക്ഷൻ ഇല്ലാണ്ട് നമുക്ക് യൂറോപ്പിൽ പോകാൻ സാധിക്കും. ഒരാളുടെ പോലും വിസ റിജക്റ്റ് ചെയ്യാതെ യൂറോപ്പിൽ എത്താൻ പറ്റുന്ന ഒരു പ്രോജക്റ്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ അതിൻ്റെ വന്നു ചേർന്നിരിക്കുന്ന ഒരു അവസരത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ കാണുക, ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കുക, മുഴുവൻ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് ഹംഗറി എന്ന് പറയുന്ന കൺട്രിയിലേക്ക് നമുക്ക് പ്രൊഡക്ഷനിലേക്കാണ് ആൾക്കാരെ വേണ്ടത്. ജനറൽ വർക്കേഴ്സിനാണ്. SLC+2 കഴിഞ്ഞവർ അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർ, ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാം. ജനറൽ കാറ്റഗറിയിലുള്ള വർക്കുകളാണ് സാധാരണഗതിയിൽ വരുന്നത്. അതായത് ഒരു ഫാക്ടറിയിൽ പ്രൊഡക്ഷനിലാണ് വർക്ക് വരുന്നത്. അതിനുവേണ്ടി അപേക്ഷിക്കാൻ സാധിക്കും വിത്തൗട്ട് റിജക്ഷൻ, നോ റിജക്ഷൻ. ഓക്കെ, അതായത് നമുക്ക് ലാംഗ്വേജ് അത്യാവശ്യം ഇംഗ്ലീഷ് പറയാൻ അറിയണം. ഓക്കെ, അത് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. രണ്ട്, നമ്മുടെ എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളിലെ പേപ്പർ വർക്കുകളൊക്കെ കറക്റ്റ് ആയിരിക്കണം. മറ്റൊന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ചെയ്യാനുള്ള ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് നമുക്കുണ്ടായിരിക്കണം. ഈ പ്രൊഡക്ഷൻ വർക്ക് ചെയ്യാനുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളുണ്ട്. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് ഇതാണെങ്കിൽ നമുക്ക് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡോക്യുമെന്റേഷനിലാണ്. ഒന്ന്, യൂറോപാസ് CV യൂറോപാസ് ഫോർമാറ്റിലായിരിക്കണം. രണ്ട്, നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പേജ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, ഫോട്ടോ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ. ഇത്രയും ഡോക്യുമെൻ്റ് ഇനീഷ്യലി വേണ്ടതാണ്. അതിനുശേഷം വേണ്ടത് PCC ആണ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ITR 3 ഇയർ ഫയൽ ചെയ്തതാണ്. അപ്പോൾ ഈ ഇത്രയും ഡോക്യുമെൻ്റ് ഇനീഷ്യലി നമുക്ക് വേണ്ട ഡോക്യുമെൻ്റാണ്. സ്റ്റെപ്പ് ബാക്കിംഗ് ഇല്ലാത്ത പ്രോസസ്സാണ്. ഇവിടെയാണ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്ന് വെച്ചാൽ, നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ അതിൻ്റെ പ്രോസസ്സിൽ കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, CV സെലക്ഷൻ ചെയ്തു, നിങ്ങൾ PCC എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് പിന്തിരിഞ്ഞോടാൻ പറ്റത്തില്ല. അതായത് വിസ വന്നിട്ട് പോവാതിരിക്കാൻ പറ്റത്തില്ല. വിസ വന്നു കഴിഞ്ഞാൽ പോയിരിക്കണം. അതിനകത്ത് നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. അത് അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പ്രൊസീഡ് ചെയ്താൽ മതി. വരുന്ന 24 ദിവസങ്ങൾ, ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷമുള്ള 24 ദിവസങ്ങൾ, അതിനുള്ളിലാണ് നമുക്ക് നെക്സ്റ്റ് ബാച്ച് ഫില്ലാവുന്നത്. അപ്പം ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ഇത് പ്രൊസീഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ വീഡിയോയുടെ കൂടെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, കോൾ ചെയ്യുക, കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുക, വന്ന് കണ്ട് മനസ്സിലാക്കുക. ഓക്കെ, കൂടുതൽ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഈ ചാനലിൽ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.